Watch full episodes on Jio Hotstar. ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നു. ക്രിയേഷൻ കുമാറിന്റെ ക്രിയേഷൻ സെൻസേഷൻ ആകും. ഇതാ നോക്കൂ, ഈ ഗാഡ്ജറ്റിലുള്ള റെഡ് ബട്ടൺ. ഇത് ഒരാളുടെ മുഖത്തേക്ക് ഇങ്ങനെ നീട്ടിവെച്ച് ഫ്ലാഷ് ചെയ്താൽ അയാളുടെ മെമ്മറി ലോസ് ആകാൻ ഒരു സെക്കൻഡ് മതി. നിങ്ങൾ അയാളോട് എന്ത് പറഞ്ഞാലും അയാൾ അതേ ചെയ്യൂ. ഗ്രീൻ ബട്ടൺ അമർത്തിയാൽ എല്ലാം തിരിച്ച് ഓർമ്മയിൽ വരും. എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് ധൈര്യമായി അവരോട് പ്രതികാരം ചോദിക്കാം. ക്രിയേഷൻ കുമാർ, ഇന്ന് നീ എന്റെ ഉറ്റ സുഹൃത്താണെന്ന് പ്രൂവ് ചെയ്തു. നീ എന്താ പറഞ്ഞത്? റെഡ് ബട്ടൺ പ്രസ് ചെയ്താൽ നീ ആരടാ തടിയാ? എനിക്ക് തോന്നുന്നു ബോസിന്റെ മെമ്മറി ലോസ് ആയെന്ന്. നീ ഇപ്പൊ എന്തോ പറഞ്ഞു വരുന്നത്? ബോസിന് ഇങ്ങനെ തന്നെ വിട്ടുകളയാതാണോ? നമുക്ക് എല്ലാവർക്കും കുറച്ചു ദിവസം വിനോദസഞ്ചാരം പോയിട്ട് വന്നാലോ? എന്തു പറയുന്നു? പറതയാ. എടാ, നിങ്ങൾ രണ്ടുപേരും എന്താടാ സംസാരിക്കുന്നത്? എടാ, ഈ കാര്യം ബോസ് അറിഞ്ഞാ പിന്നെ നമ്മളെ വെറുതെ വിടില്ല. പിന്നെ നമുക്കായിരിക്കും മെമ്മറി ലോസ്. ഓർമ്മ വെച്ചോ. എനിക്കിപ്പോ എന്തെങ്കിലും സംഭവിച്ചോ? അല്ല, എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? പറയടാ. ബോസ്, അല്പസമയം മുമ്പ് നിങ്ങളുടെ മെമ്മറി ലോസ് ആയി ബോസ്. നിങ്ങൾ നല്ല ഹാൻസം ആയിരുന്നു ബോസ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് സൽസ്വഭാവിയായി ട്രഡീഷണൽ ആയി. ഞാൻ ഹാൻസം ആയിരുന്നോ? ഞാൻ ഹാൻസം ആയ പോലെ നിങ്ങളെയും ഹാൻസം ആക്കി തരാം. അതിങ്ങത്താ. വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എന്നാണ്. അപ്പൊ ആദ്യത്തെ പേരെന്താ ബോസ്? ബോസ് എന്താ നിങ്ങൾക്കൊന്നും ഇത് ഉപയോഗിക്കാൻ അറിയില്ല? എന്റെ ഈ ബ്രില്യൻ ക്രിയേഷൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്നാ ഞാൻ പോകുന്നു. എന്റെ കണ്ടുപിടുത്ത ആകവുമാർ കൊളവാക്കും. എന്റെ പഞ്ചിങ് ബാഗ് എവിടെ? അതേ കിടക്കുന്നു. ഇതെന്താ എന്റെ പഞ്ചിങ് ബാഗ് എങ്ങനെയാ നടക്കുന്നത്? നിക്ക്, എന്റെ പഞ്ചിങ് ബാഗ് അല്ലേ? നീ എങ്ങനെ എന്നിൽ നിന്നും ദൂരെ പോകാം? നിക്ക്. എന്റെ പഞ്ചിങ് ബാഗിന് കാലൊക്കെ എങ്ങനെയാ വന്നത്? ടിങ് ടോങ്, നീ എന്തിനാ എന്റെ പഞ്ചിങ് ബാഗിനകത്തേക്ക് കേറിയത്? കട്ടു, നീ എവിടെയാണോ ഉള്ളേ? ആ ടേബിളിൽ കുറച്ച് ഓഫീസിൽ അത്യാവശ്യമായിട്ടുള്ള ഫയൽസ് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് റൗണ്ട്സിന് പോയിട്ട് വരാം. നീ അപ്പോഴത്തേക്ക് എല്ലാം സൈൻ ചെയ്ത് വെക്കണം കേട്ടോ. അതൊക്കെ ഞാൻ ചെയ്തോളാവുന്നേ, നീ വിഷമിക്കണ്ട കേട്ടോ. ടിങ് ടോങ്, നീ എന്തിനാ എന്നെ പോലെ ബിഹേവ് ചെയ്യുന്നത്? നിനക്ക് വീണ്ടും നിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. ഇതിപ്പോ ആരാ വന്നിരിക്കുന്നേ? വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എന്നാണ്. ഫോളോ മീ. ഗട്ടു ഇപ്പൊ എന്റെ അടുത്ത് ലോക്ക് ആയിരിക്കാണ്. ഇപ്പൊ അടുത്തത് ബട്ടു. വേഗം പോയി അവനെയും പൊക്കിക്കൊണ്ടുവരൂ. അവനെയും ഒരു കൈ നോക്കാം. ടിങ് ടോങ്, ബട്ടു എവിടെ? വേഗം അവനെ വിളിക്കൂ. ഞാനെന്തിനാ പറയുന്നേ? ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല. തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. നീയും വാ. ബോസേ, ബട്ടു ഓഫീസിൽ എവിടെയും കാണുന്നില്ല. ഞാനാരാ? ഞാനിപ്പോ എവിടെയാ ഉള്ളത്?
നീ എന്റെ റൈറ്റ് ഹാൻഡ് ആണ്. നിന്റെ പേര് സിയാർ സിംഗ് എന്നാണ്. നീ എപ്പോഴും തെറ്റായവർക്കും തെറ്റായ കാര്യങ്ങൾക്കും മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. നിനക്ക് എന്ത് സംഭവിച്ചാലും നീ എന്നെ രക്ഷപ്പെടുത്തണം. നീയാണ് എന്റെ പേഴ്സണൽ ബോഡി ഗാർഡ്. ഓക്കേ? ഓക്കെ ബോസ്. ഇണ്ടീശ്വരാ, കട്ടു, നീ ഷേർ സിംഗിന്റെ കൂടെ എന്താടാ ചെയ്യുന്നത്? ഇയാൾ ആരാണെന്നാടോ ഇയാളുടെ വിചാരം? എന്നോട് ഇയാളുടെ കളികളൊന്നും നടക്കില്ല. ദേ ഇങ്ങോട്ട് നോക്കിക്കേ. എന്റെ ബോസിന്റെ അടുത്ത് ഇയാളെ എപ്പോഴും തല കുനിച്ച സംസാരിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇയാളുടെ കാറിനെ കുറ്റിക്കിട്ട് ഞാൻ അടിക്കും. ഇണ്ടീശ്വരാ, ഗട്ടു, ഭട്ടുടെ സുഹൃത്തെ, ആത്മ സുഹൃത്തെ, നീ ഇത് ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? ഈശ്വരാ, ഭട്ടുടെ 6th സെൻസ് പറയുന്നു ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, വലിയൊരു പ്രശ്നമുണ്ട്. ഏടാ, പ്രശ്നം ഇപ്പൊ തന്റെ തലയുടെ മുകളിലാണ്. Allow me to introduce him. He is Sher Singh. My right hand, Sher Singh and the best friend, Sher Singh. അയ്യേ, എന്ത് പേരാടാ ഇത്? വെക്കാണെങ്കിൽ നല്ല പേര് വെച്ചൂടാ തനിക്ക്. ഈ ബട്ടുവിന്റെ ഫ്രണ്ടിന്റെ റെപ്യൂട്ടേഷൻ എങ്കിലും തനിക്ക് നോക്കിക്കൂടായിരുന്നോ? എന്തായാലും നിനക്കൊരു നല്ല പേര് വെക്കായിരുന്നു. നല്ല പേര് ഇതിപ്പോ വെച്ചിരിക്കുന്നത്. ഗട്ടു, നിനക്ക് എന്ത് പറ്റി? എന്റെ മേത്തങ്ങനെ കൈയൊന്നും വെക്കാൻ നോക്കണ്ട. ഞാൻ ഇയാളുടെ കൂടെ ഒന്നും വരില്ല. പോവാൻ നോക്കടോ. മാറി നിക്ക. പോ. ഭട്ടു സാർ, തനിക്ക് ഇയാളെ രക്ഷിക്കണമല്ലേ? ഇന്നാ പിടിച്ചോ. വേണ്ട. ഇണ്ടീശ്വരാ, ഗട്ടു അവന്റെ ഗാർഡ്സിനെ പോലും വിട്ടുവെക്കുന്നില്ലല്ലോ. ഇതൊരു വലിയ കാര്യമാണല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? മൻമാനി സാറിനെ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, മൻമാനി സാർ. എന്നെ വേഗം വലിച്ചു പുറത്തേക്ക് എടുക്കടാ. ഞാൻ കറക്കി തരാം. മൻമാനി സാർ, മൻമാനി സാർ. എനിക്ക് നീ പറയുന്നത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ചമ്മക് സിംഗ്, ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. നീ ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ? ചായ തരൂ, എന്നിട്ട് നീയും കുടിക്ക്, എന്നിട്ട് ഭട്ടുവിനും കൊടുക്ക്. ഗട്ടു എല്ലാം മറന്നത്രേ. ഇന്ന് സന്തോഷത്തിന്റെ ദിവസം തന്നെയാണ്. ചമ്മക് സിംഗ്, ചായ വേണ്ട, നല്ല അടിപൊളി ഒരു ടിഫിൻ തന്നെ റെഡിയാക്കിക്കോളൂ. ഓ, ഗട്ടു എല്ലാം മറന്നുപോയത്രേ. ഗട്ടു, ഗട്ടു എല്ലാം മറന്നുപോയത്രേ. ഭട്ടുവിടെ ഫ്രണ്ട് കഷ്ടത്തിലാണ്. നിങ്ങൾക്ക് ഇവിടെ തമാശയാണല്ലേ? ഇൻസ്പെക്ടർ ആയിട്ട് ഇരുന്ന് നിങ്ങൾ ചിരിക്കുന്നോ? നാണമില്ലേ നിങ്ങൾക്ക്? നീ എങ്ങോട്ടാ പോകുന്നത്? അവിടെ നിൽക്കാനാ പറഞ്ഞത് നിന്നോട്. പൊയ്ക്കോ. നിങ്ങളും പൊക്കോ. ഓക്കേ ബോസ്. അനങ്ങി പോകരുത്. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. എല്ലാവരും കൈമേലോട്ട് പൊക്കിക്ക്. ഹാൻഡ്സ് അപ്പ്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. മൻമാണി, ഇവിടെ ആരും ഓടുന്നില്ല. സിയാർ സിംഗ്,
അറ്റാക്ക്! ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഗട്ടു എപ്പോഴാ സിയാർ സിംഗ് ആയത്? ഓർമ്മ വന്നു. ഈ ഗട്ടുവിന്റെ മെമ്മറി വെക്കേഷന് പോയിരിക്കുകയാണല്ലോ. ഓൺ ഡ്യൂട്ടി ഇൻസ്പെക്ടറുടെ കൂടെ അടികൂടുകയാണോ നീ? ചമ്പക് സിംഗ്, ഉടൻ തന്നെ ഫോണിലെല്ലാം റെക്കോർഡ് ചെയ്യൂ. എനിക്കിന്ന് ഗട്ടു എന്നെ തല്ലുന്ന എല്ലാ പ്രൂഫുകളും വേണം. അടുത്ത് വന്ന് നിന്ന് റെക്കോർഡ് ചെയ്യാൻ നോക്ക്. വേഗം വരൂ, ഇവിടെ വന്ന് നിന്ന് റെക്കോർഡ് ചെയ്യൂ. പിമ്പിൽ എല്ലാ സ്ഥലത്തും നിന്നും റെക്കോർഡ് ചെയ്യൂ. ഒന്നും വിടാൻ പാടില്ല. ഗട്ടുവിന്റെ ഫേസ് നല്ലോണം തെളിഞ്ഞ് കാണണം. എന്നെ എങ്ങനെയൊക്കെ തല്ലുന്നു അതൊക്കെ നീ റെക്കോർഡ് ചെയ്യേ. തല്ലേ തല്ലേ, നല്ലോണം തല്ലേ. ഇത് കാണാൻ നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. എന്റെ എനിമീസ് തമ്മിൽ ഇടികൂടുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട്. മന്നാനി സർ, ഇന്ന് ഗട്ടൂന് എതിരായിട്ട് നിങ്ങൾക്ക് ഒരുപാട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. എന്നാ ഞങ്ങൾ പോട്ടെ. സാറേ, നിങ്ങള് ഭയങ്കര സംഭവമാണ് സാറേ. സാറ് ഭയങ്കര മഹാനാണ് സാറേ. ഇത്രയും പ്രാവശ്യം അയാള് അടിച്ചിട്ടും സാറ് ഒരു പ്രാവശ്യം പോലും എന്തിനാന്ന് ചോദിച്ചില്ല സാറേ. എന്തിനാ കരയുന്ന സാറേ? അവരെന്നിട്ട് വല്ലാതെ തല്ലി. സാറേ, അടി കിട്ടിയപ്പം സാറ് കരയാതെ ഇപ്പൊ എന്തിനാ കരയുന്ന സാറേ? എന്റെ ചമ്മക് സിംഗ്, നീ എന്തിനാ ശവത്തെ കുത്തി നോവിക്കുന്നേ? അല്ലെങ്കിൽ തന്നെ എനിക്ക് വേദനിച്ചിട്ട് വയ്യായേ. എന്നോട് ഞാൻ എല്ലാം പറയാം. ആ സിയാർ സിംഗ് എന്നെ വല്ലാതെ തല്ലിക്കളഞ്ഞു. എത്ര നേരം വെച്ചാ എന്നെ തല്ലിയത്? നീ കണ്ടതല്ലേ? ആദ്യം ബട്ടു എന്നെ അടിച്ചു, പിന്നീട് ഗട്ടു എന്നെ അടിച്ചു. ആദ്യം നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാവൂ. വേഗം വേഗം. പിന്നെ സിയാർ സിംഗിന്റെ ഫ്രണ്ട് ബട്ടു വന്നെന്ന് വരും. വേഗം വേഗം വണ്ടി എടുക്കേ. വേഗം. എന്നോട് ഫയൽ സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ എവിടെ പോയേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പോയി ബട്ടു സാബ്ജിനെ കണ്ടിട്ട് വരാം. എനിക്കിപ്പോ ഗട്ടുവിനെ കണ്ടുപിടിക്കാനായിട്ട് അവസാനം ഞാൻ അവൻ എവിടെയാണോ വെച്ച് കണ്ടത് അവിടെ തന്നെ തുടങ്ങേണ്ടി വരും. ഈശ്വരാ, ഇവിടെയാണ് ഷേർ സിംഗിന്റെ വണ്ടി ഉണ്ടായിരുന്നത്. ഇവിടെ കുറച്ച് ഓയിലും കാണാനുണ്ട്. ഈശ്വരാ, ഇത്രയും ടയറിന്റെ അടയാളങ്ങളോ? ഇപ്പൊ ഇതിൽ ഏതാ ഷേർ സിംഗിന്റെ ടയർ നമ്മൾ കണ്ടുപിടിക്കുക? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ ചെയ്യാ? ഗട്ടുവിനോട് ഫോൺ വിളിച്ചു ചോദിച്ചു നോക്കാം. ഹലോ സിയാർ സിംഗ്, ആരാണ്? ഞാനാണ് ബട്ടു, നിന്റെ ബാല്യകാല സുഹൃത്ത്. അല്ലല്ല, ബെക്കാർ സിംഗ്. ബെക്കാർ സിംഗ് ആണ് വിളിക്കുന്നത്. നമ്മുടെ ചെറുപ്പത്തില് രണ്ടുപേരും കൈകോർത്ത് കളിച്ചിട്ടുണ്ട്. പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. അതൊന്നും നിനക്ക് ഓർമ്മയിലില്ലേ? ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ? എന്തെങ്കിലും ഓർമ്മ വന്നോ? ഓർമ്മയുണ്ട്. ബേക്കാർ സിംഗ് അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ തന്നെയാണ്. പിന്നെ നീ ഇപ്പൊ എവിടെയുള്ളത്? ഞാനിപ്പോ എന്റെ ബോസിന്റെ കൂടെ ഫോറസ്റ്റിന്റെ അകത്തേക്ക് പോവാണ്. എന്തുപറ്റി? സിയാർ സിംഗ്, നീ ആരോടെ ഈ സംസാരിക്കുന്നത്? ഫോൺ ഓ, ബാഡ് ബട്ടു. ഇവൻ നിന്റെ ഫ്രണ്ട് ഒന്നും അല്ല, എന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ശത്രു. ഇനി ഒരിക്കലും അവനോട് സംസാരിക്കരുത്. അവനെ എവിടെ വെച്ച് കണ്ടാലും നീ അവന്റെ കഥ തീർത്തോ. മനസ്സിലായോ? ഓക്കേ ബോസ്, മനസ്സിലായി ബോസ്. നേരത്തെ പറയണ്ടായിരുന്നു ബോസ്. ഹേ സൂപ്പർ. ഗട്ടുവിനോട് സംസാരിച്ചപ്പോഴത്തേക്കും എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഷേർ സിംഗ് അവനെ വിളിച്ചോണ്ട് കാട്ടിനടുത്തേക്ക് പോയിരിക്കാണ്. കാട്ടിനടുത്തേക്ക് നമുക്കും അങ്ങോട്ട് പോകാം. വരൂ പെട്ടെന്ന് വരൂ. എന്റെ ഈശ്വരാ, ഇത് അതേ ഓയിൽ തന്നെയാണല്ലോ നമ്മുടെ ഓഫീസിന്റെ പുറത്തുണ്ടായിരുന്നത് പോലെ തന്നെ. ഇത് വളരെ ഡേഞ്ചറായ കാരണമാണല്ലോ. അവിടേക്കാണ് പോകുന്നത്. പെട്ടെന്ന് വണ്ടി അങ്ങോട്ടേക്ക് തിരിക്കൂ. പെട്ടെന്നാവട്ടെ. ഞാൻ എത്രയും പെട്ടെന്ന് ടിങ് ടോങ് ഇൻഫോം ചെയ്യട്ടെ. മൻമാനി സാറിനെ വിളിച്ചോണ്ട് ജംഗിളിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി ഞാൻ പറയാം. ഹലോ, നല്ലോണം കേട്ടോളൂ. നീ എത്രയും പെട്ടെന്ന് മൻമാനി സാറിന്റെ അടുത്ത് പോയിട്ട് മൻമാനി സാറിനെ ജംഗിളിലേക്ക് കൊണ്ടുപോവാ. ഓക്കേ ബട്ടു, ഞാൻ ഇപ്പൊ വന്നേക്കാം. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഈ ടിങ് ടോങ് എന്താ ഗട്ടുവിനെ പോലെ സംസാരിക്കുന്നേ? നിർത്ത് വണ്ടി നിർത്ത്. വരൂ എന്റെ ഈശ്വരാ, ഗട്ടു ഇവരുടെ കൂടെ റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണല്ലോ.
എന്തോ കഴിക്കുന്നുണ്ട്. നോക്ക് ഗാഡ്സ്, നമുക്ക് എങ്ങനെയെങ്കിലും ഗട്ടുവിനെ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോവണം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഗട്ടുവിനെ പ്രൊഫസർ നോക്കിക്കോളും. വരൂ. ഷേർ സിംഗ്, നീ ബട്ടുയുടെ ഫ്രണ്ടിന് എന്താണ് ചെയ്തത്? പെട്ടെന്ന് പറഞ്ഞേക്കെ, അല്ലെങ്കിൽ നിന്നെ വെറുതെ വിടില്ല ഞാൻ. ഗട്ടു, എന്റെ സുഹൃത്തെ, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മ കൊടുത്ത്. ഇയാളോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാണ് വെറുതെ എന്റെ മേത്ത് കൈ വെക്കരുതെന്ന്. ഞാൻ കൈ വെച്ച് കഴിഞ്ഞാൽ ഇയാളെ ഇടിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേടോ. ദാ ഇടിച്ചോ. ആരാടോ താൻ? എന്റെ കൈ വിടണോ? നിന്റെ ബോസ് ഗട്ടു സിയർ സിംഗ് ആയി മാറി എന്റെ അടുത്ത് ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. അതുപോലെ നീയും എന്റെ ഒപ്പം കൂടിക്കോ, അല്ലെങ്കിൽ ഇവിടുന്ന് പൊക്കോ. ഓ, ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ ഒപ്പം കൂടാറില്ല. മനസ്സിലായോ? എന്റെ ഈശ്വരാ, ടിങ് ടോങ്, നിനക്കിതെന്താ പറ്റിയ? അവരുടെ കാര്യം നോക്ക്. എന്താ ഇത്? എന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്തിനാ നടക്കുന്നത്? ഗട്ടു സിയാർ സിംഗ് ആയിട്ട് മാറി, ടിങ് ടോങ് ഗട്ടു ആയിട്ട് മാറി. ആരെങ്കിലും ഈ ബട്ടൂനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഈ ബട്ടൂനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക് പ്ലീസ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ബട്ടു, ഇതാണ് സത്യം, വിശ്വസിക്കേ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, ഈ ഗാഡ്ജറ്റ് ഉപയോഗിച്ചാണ് ഞാൻ ഗട്ടുവിന്റെ മെമ്മറി ലോസ് ചെയ്തത്. അവനിപ്പോ ഒന്നും ഓർമ്മയില്ല. ഓ, ഈ ഗട്ടു ബട്ടുവിന്റെ ഫ്രണ്ട്ഷിപ്പിന് മുന്നിൽ എനിമീസ് എല്ലാം ഒന്നുമല്ല. ഗട്ടുവിന്റെ ഡയലോഗ്. ശരി ടിങ് ടോങ്, ഇന്ന് നമുക്ക് ഇവരെ ഒരു വഴിയാക്കിയേക്കാം. അങ്ങനെയാണല്ലേ? അങ്ങനെ തന്നെ. എന്നെ പിടിക്കേ, മുള്ളു കുത്തി കയറിയേ. എടാ, ആരെങ്കിലും എന്നെ രക്ഷിക്ക്. എടാ മണ്ടന്മാരെ, കൈനീട്ടി ശമ്പളം വാങ്ങിക്കുന്നതിന് ഒരു ജോലിയെങ്കിലും ചെയ്യടാ. എന്നെ രക്ഷിക്ക്. എടാ, കയറി പിടിച്ച് വലിച്ചിട്ട് താഴെ ഇറക്കേ. എല്ലാരും എന്താ നോക്കിയോണ്ട് നിൽക്കുന്നത്? പട്ടുള്ള കഥ കഴിക്കേ വേഗം. രക്ഷിക്കണേ! ഓ, എന്റെ ബട്ടു സബ്ജി, നമ്മളെന്താ ഇവിടെ ചെയ്യുന്നേ? ഞാൻ എന്തോന്നാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലടോ. എന്താ പിടിച്ചോ? ആദ്യമായിട്ടാ നിന്റെ മെമ്മറി തിരിച്ചു വരുന്നത് ഈ ബട്ടു വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ നീ അയ്യോ എല്ലാം പെട്ടെന്ന് ഓർമ്മയിൽ ഒന്നില്ല നിനക്ക്. എല്ലാരും ഒന്ന് ചേർന്നിരിക്കാണ്, പക്ഷെ ബട്ടുവിന്റെ കൂടെ ആരുമില്ല. രക്ഷിക്കണേ കട്ടോ, ഒന്ന് പെട്ടെന്ന് വന്ന് രക്ഷിക്കണോ. എന്റെ ഫ്രണ്ടിനെ തല്ലുന്നല്ലേ? ഈശ്വര, ബട്ടുനെ രക്ഷപ്പെടുത്തി. ബട്ടു രക്ഷപ്പെട്ടു. എന്റെ ഗട്ടു തിരിച്ചു വന്നേ. ബട്ടു, നീ എന്താ ചെയ്യുന്നത്? എന്നെ താഴെ ഇറക്ക്. ബട്ടുവിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ മുമ്പിൽ എനിമീസ് എല്ലാം ഒന്നുമല്ല. നീ വിഷമിക്കണ്ട ബട്ടു, ഗട്ടു തിരിച്ചു വന്നിരിക്കുകയല്ലേ.
അനങ്ങിപ്പോകരുത്. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. ഹാൻഡ്സ് അപ്പ്. ഗട്ട് ബട്ട് ഹാൻഡ്സ് അപ്പ്. യു ആർ അണ്ടർ അറസ്റ്റ്. നിങ്ങൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാൻ എന്റെ അടുത്ത് ഒരുപാട് പ്രൂഫുകളുണ്ട്. രക്ഷപ്പെടാൻ പറ്റില്ല നിങ്ങൾക്ക്. ഇന്ന് നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നോക്കിക്കോ. അനങ്ങിപ്പോകരുത്. ഞാൻ ആരാണ്? എവിടെയാണുള്ളത്? മൻമാനി സാറേ, ചമ്മത് സിംഗ് എല്ലാം പറഞ്ഞു തരുമെന്നേ. ഇപ്പൊ എന്തായാലും ഞങ്ങള് പോട്ടെ. ഷേർ സിംഗ് ബൈ എന്നൊന്ന് താഴെ ഇറക്കിക്കേ. ബൈ ബൈ. കട്ടു പട്ടു പ്ലീസ് എന്നെ താഴെ ഇറക്ക്. Watch India's largest kids library only on Jio Hotstar. Download the app now.